ഹായ് ഫ്രണ്ട്സ്, കനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഗ്രിൽ ചിക്കനാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇതിന് ഓരോ വരകൾ ഇട്ട് കൊടുക്കുക, മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്ന മസാലകൾ: കുരുമുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇത് കാന്താരി മുളകാണ്, വെള്ള കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടികളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് 5 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ ഞങ്ങൾ രാവിലെ തന്നെ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി കടലി റെഡിയാക്കാം. ഇനി നമുക്ക് കണൽ റെഡിയാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മൾ തീയൊക്കെ ഇട്ട് കുറേ ചിരട്ടയൊക്കെ ഇട്ടിട്ട് നന്നായി തീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് എഴുത്തിയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ നമ്മളെ കണലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. രാത്രി ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല കളർഫുള്ളാണ്. അപ്പോൾ അതാ ഞങ്ങൾ ചിക്കനൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഭാഗം ചൂടായി വരുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഓയിൽ കുറച്ചും കൂടെ തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. കനൽ നന്നായിട്ട് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ വീശി കൊടുക്കുന്നുണ്ട് കനലായി വരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി കനൽ മാത്രമാകുമ്പോൾ നന്നായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നന്നായി വീശി കൊടുക്കുന്നുണ്ട്. അപ്പം തീയൊക്കെ അങ്ങനെ നന്നായി കത്തി വരുന്നുണ്ട്. ആ തീയിൽ വേഗം ഞങ്ങൾ മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തീയൊക്കെ അത്യാവശ്യം പോയി നന്നായിട്ട് കനൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കനൽമേൽ നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഓരോ പീസായിട്ട് വെന്ത പീസ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂട് കൂടുതലുള്ള ഭാഗം പെട്ടെന്ന് തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ എടുക്കുകയാണ്. നമുക്ക് കഴിക്കാം. ഞങ്ങളിത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.